എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമുക്കറിയാം നിഫ്റ്റി ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് ഒരു ബുള്ളിഷ് മോഡിലേക്ക് വീണ്ടും തിരിഞ്ഞു. അപ്പോൾ ഇലക്ഷൻ്റെയും ബഡ്ജറ്റിൻ്റെയും ഹാങ് ഓവറൊക്കെ മാറി നിഫ്റ്റി തിരിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 100 രൂപയിൽ താഴെ വിലയുള്ള ഒരു 4 ഷെയർസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് ഒരിക്കലും കാണരുത്. ഒരു റേഞ്ചുകൾ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ആ റേഞ്ചുകൾക്ക് മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ മുകളിലേക്കും അതിൽ താഴേക്കും ആണെങ്കിൽ ചില റേഞ്ചുകൾ താഴേക്ക് ബ്രേക്ക് ചെയ്താൽ അത് വീണ്ടും വരും കാലങ്ങളിൽ താഴേക്കുമാണെന്നുള്ള ആ വസ്തുത മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം കാണുക. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ സ്റ്റോക്ക് നമുക്ക് IDBI ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ ഏകദേശം 104 രൂപയാണ് അതിൻ്റെ റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് IDBI ബാങ്കിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പെട്ടെന്ന് നമ്മളെ കണ്ണുകളിലേക്ക് എത്തുന്നത് ഉണ്ടാകും. ഇവിടെ കൃത്യമായി വോള്യൂം ജനറേറ്റ് ചെയ്ത്, അതായത് ഒരു 5-6 ദിവസം നല്ല വോള്യൂം ഉണ്ട്. അതുകൂടാതെ ഒരു കൺസോളിഡേഷൻ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഏകദേശം 95, ഏകദേശം ഒരു 80 റേഞ്ചുകളിൽ ഉണ്ടാകും. ഈ 95-80 റേഞ്ചിലാണ് ഇത്രയും നാളിത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 6-7 മാസമായിട്ട് ഈ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. 95-70 ആ റേഞ്ചാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഈ 95-70 എന്ന് പറയുന്ന ആ റേഞ്ച് ബ്രേക്ക് ചെയ്തു. എങ്ങനെ ബ്രേക്ക് ചെയ്തു? വിത്ത് വോള്യത്തോടെ ഇടുക. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ വോള്യത്തോടെ ഇടുക, അതായത് കുറേ സമയത്ത് ആ റേഞ്ച് പൊട്ടിയിട്ട് അത് മുകളിലേക്ക് പോകുമ്പോൾ അത് വീണ്ടും ഒരു മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഏത് സ്റ്റോക്കിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്ന വസ്തു. പക്ഷേ ഏത് സ്റ്റോക്കിൻ്റെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിലൊരു റിസ്ക് ഫാക്ടർ അടങ്ങി ഇരിക്കുന്നത് പോലെ ഇതിലും റിസ്ക് ഫാക്ടറുകൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം എന്തൊക്കെ ആണെന്നുള്ളത്. അപ്പോൾ ഇത്രയും നമുക്ക് ഒരു ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിനെ ഒരു വീക്കിലി ചാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം, വീക്കിലി വ്യൂ എന്താണെന്നുള്ളത്. ആ വീക്കിലി നമുക്ക് നോക്കുമ്പോൾ കണ്ട കൃത്യമായ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വീക്കിലി നോക്കുമ്പോഴും നല്ലൊരു വളരെ ഉയർന്ന ഒരു ക്യാൻഡിൽ തന്നെയാണ്, ഒരു വോള്യൂം ബാർ തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ട ഇത്രയും വോള്യൂം ബാർ ഈ ആഴ്ച ഇവിടെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇൻട്രാഡേ ചാർട്ടിൽ കണ്ട പോലെ തന്നെ കണ്ട കൃത്യമായ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു ഒരു കൺസോളിഡേഷന് ശേഷം. അതുകൂടാതെ മറ്റൊരു കാര്യം നമുക്ക് നോക്കിയാൽ ഒരു ട്രെൻഡ് ലൈനും കൂടി ഇത് ബഹുമാനിച്ചുകൊണ്ടാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു ലോങ് ടേം ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ കണ്ട കൃത്യമായ ഒരു ട്രെൻഡ് ലൈനെ ബഹുമാനിച്ചുകൊണ്ട് ഇവിടെ ഇവിടെയും നോക്കി കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈനും നമുക്ക് ഇവിടെയും വേണമെങ്കിൽ നമുക്ക് വരച്ച് നോക്കാം. ഒരു ട്രെൻഡ് ലൈനും കൂടി. അങ്ങനെ കുറേ സാധ്യതകളാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകൾ. നമുക്കിവിടെ നമ്മൾക്ക് ഒരു ബൈ എൻട്രി ഇപ്പോൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ റേഞ്ചിലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒരു 80 റേഞ്ചിൽ കൃത്യമായ SL ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം 80 താഴെ ഒരു വീക്കിലി ക്യാൻഡിൽ വരികയാണെങ്കിൽ ഇത് വിറ്റുമാറുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ. കാരണം അവിടെയാണ് നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആ റേഞ്ചാണ്. അപ്പോൾ ആ റേഞ്ചിൽ താഴെ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അഥവാ വന്നു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലുള്ളത് വിറ്റിട്ട് മാറി നിൽക്കുക. കാരണം അവിടെ ഒന്ന് മാർക്കറ്റ് ടേൺ ചെയ്യുകയാണെങ്കിൽ പിന്നെ നല്ല രീതിയിൽ താഴേക്ക് വരാനാണ് സാധ്യത കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ വീക്കിലി വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ രണ്ടാമത്തെ ട്രെൻഡ് ലൈനിൻ്റെ അവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഈ ട്രെൻഡ് ലൈൻ. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ നീട്ടി വരച്ചുകൊണ്ട് അവിടെയും നമുക്ക് സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഈ ട്രെൻഡ് ലൈൻ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. നമ്മൾ ആ ട്രെൻഡ് ലൈനെ നീട്ടി വരച്ചുകൊണ്ട് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആ ട്രെൻഡ് ലൈൻ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നോ അപ്പോൾ നമുക്ക് വിറ്റ് മാറുന്ന രീതിയിൽ അവിടെയും സ്റ്റോപ്പ് ലോസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ വീണ്ടും ഇൻട്രാഡേയിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു വീക്കിൽ നമുക്ക് നല്ല ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ കൂടിയും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 83 നിന്ന് ഏകദേശം 104, ഏകദേശം 23 രൂപ കയറി നിൽക്കുന്ന ഒരു സ്റ്റോക്കാണിത്.
അതായത് നമ്മൾ നോൺ സ്റ്റോപ്പായിട്ട് ഒരു 30% കയറി നിൽക്കുന്ന സ്റ്റോക്കാണിത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നമുക്ക് ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ഇവിടെ കൺസോളിഡേഷൻ അല്ലെങ്കിൽ ചെറിയൊരു പുൾ ബാക്ക് 1-2 ക്യാൻഡിൽ ഏകദേശം ഇവിടേക്കൊക്കെ വരാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. 1-2 ക്യാൻഡിൽ, കാരണം ഇത്രയും 30% കയറി നിൽക്കുന്നത് കൊണ്ട് ചെറിയൊരു റെഡ് ക്യാൻഡിലുകൾ ഈ റേഞ്ചിലൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് സാധ്യത. അത് കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇതിലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. അല്ലാതെ നമുക്ക് നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് രാവിലെ തൊട്ടിട്ട് മുകളിലേക്ക് ഇവിടെ നിന്ന് കുതിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്ക് വെച്ച് പുലർത്തുന്നത് അത്ര നല്ലതല്ല. മേ ബി നമുക്ക് എന്തായാലും ഇത്രയും വോളിയമും ഇത്രയും ബ്രേക്ക് ഔട്ട് കിട്ടിയത് കൊണ്ടും മാത്രം ഇത് കയറാനായിട്ട് സാധ്യതയില്ല. കാരണം ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് നമ്മളെ കയ്യിലല്ല എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ചിലപ്പോൾ ചില 1-2 ക്യാൻഡിലുകൾ ചിലപ്പോൾ ഈ റേഞ്ചിലൊക്കെ ഒന്ന് റീടെസ്റ്റോ അല്ലെങ്കിൽ പുൾ ബാക്കോ വരാനാണ് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ ഈ റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട് അതും കൂടി ആ റിസ്ക് ഫാക്ടറും കൂടി നമ്മൾ ഇതിൽ കാണണം. അപ്പോൾ അത്രയുമാണ് IDFI ബാങ്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ഷെയറിലേക്ക് പോവാം. ഇത് IFCL എന്ന് പറയുന്ന ഷെയറാണ്. IFCL ഷെയറിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ IFCL ഷെയർ കയ്യിലുള്ളവരുണ്ടെങ്കിൽ കൃത്യമായ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഏകദേശം നമുക്ക് ഒരു 68 ആ റേഞ്ച് 67-68 റേഞ്ചിൽ താഴാതെ ഇൻട്രാഡേ ക്യാൻഡിൽ നമ്മൾ നോക്കണം. 67-68 റേഞ്ച് ഈ റേഞ്ച് 67-68 റേഞ്ചിൽ ക്ലോസിങ് സംഭവിക്കുകയാണെങ്കിൽ അത് വിട്ടുമാറുക. അല്ലാത്തവർ കയ്യിലുള്ളവർ അത് ഹോൾഡ് ചെയ്യുക. ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാണുന്നത്. നമ്മൾ വീക്കിലി ക്യാൻഡിലേക്ക് പോകുമ്പോൾ സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടി നമ്മൾ താഴ്ത്തി വെക്കേണ്ടി വരും. നല്ലൊരു സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് നമ്മളെ ഈ റേഞ്ചാണ്. ഏകദേശം 66-65 വീക്കിലി നമുക്ക് കാണുന്ന ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ്. 66 അല്ലെങ്കിൽ 65 വീക്കിലി. ഇൻട്രാഡേ ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോയി. അപ്പോൾ ഇവിടെയും നമുക്ക് വീക്കിലി നമുക്ക് നോക്കുമ്പോൾ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വിത്ത് നല്ല വോളിയം ഉണ്ട്. ഏകദേശം ഇവിടെ നല്ല വോളിയം ഇപ്പോൾ വന്ന വോളിയത്തിനേക്കാളും കൂടുതൽ വോളിയം ഇവിടെ ഉണ്ട്. അതുകൂടാതെ ഈ കയറ്റത്തിൽ നല്ല വോളിയവും ഈ സമീപ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്കിതൊരു ഹോൾഡിങ്ങിൽ ചെയ്യാവുന്നതാണ്. വീണ്ടും ഒരു അപ്സൈഡ് ഇതിൽ നല്ല രീതിയിൽ നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാവുന്നതാണ്. നമ്മുടെ അടുത്ത ഷെയർ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്, അതായത് HCC. അപ്പോൾ ഇതാണ് HCC എന്ന് പറയുന്ന ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും സമീപ ദിവസങ്ങളിൽ ഈ കയറ്റത്തിലെല്ലാം നല്ല വോളിയവും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല വോളിയം ഉണ്ട്. കൂടാതെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണത്. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ ഓഫ് റെസിസ്റ്റൻസ് ആയിരുന്നുണ്ട്. കുറേ സമയം ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൂടാതെ നേരെ താഴേക്ക് വന്നു, നല്ല രീതിയിൽ താഴേക്ക് വന്നു. ഏകദേശം 50%, 50% അടുത്ത് താഴേക്ക് വന്നു. അതിനുശേഷം ഒരു കൺസോളിഡേഷൻ പെട്ടതിന് ശേഷം വലിയ ക്യാൻഡിലോടുകൂടി കയറി വിത്ത് വോളിയത്തോടുകൂടി വലിയ ക്യാൻഡിലോടുകൂടിയാണ് ഈ റെസിസ്റ്റൻസ്, ഇവിടുത്തെ ഈ റെസിസ്റ്റൻസ് കയറി പോയത്. അതിനുശേഷം നമ്മൾ കാണേണ്ട കാര്യം, പിന്നെയും ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തു കൺസോളിഡേഷൻ. അതിനുശേഷം ഈ റെസിസ്റ്റൻസ്, നമ്മൾ ഈ പറയുന്ന ഈ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് രൂപാന്തരപ്പെട്ടു. ഇവിടുത്തെ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ ജസ്റ്റ് ഇവിടം വരെ വന്നു. അതാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിൻ്റെ ആ ഭംഗി, അല്ലെങ്കിൽ അത് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ വരെ വന്നു, പിന്നെ അത് കയറിപ്പോയി. ഇവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു പോയി. അപ്പോൾ ഈ ചാർട്ട് പരിഗണിക്കുമ്പോൾ ആണെങ്കിൽ ചിലപ്പോൾ ഇവിടെ 3 കണ്ടീഷനാണ് ഉള്ളത് നമുക്ക് ഒന്നും പറയാനായിട്ട്. കാരണം മേ ബി ഇവിടെ നിന്ന് കയറി പോവാം, ഇവിടെ ഒരു കൺസോളിഡേഷൻ രൂപാന്തരപ്പെടാം, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പുൾ ബാക്ക് ഏകദേശം ഇവിടം വരെ ഒരു 50-52 വരെ ചിലപ്പോൾ പുൾ ബാക്കിന് സാധ്യത കാണും. അങ്ങനെ ഇവിടെ ഒരു 3 കണ്ടീഷൻ നമുക്ക് കാണണം. 50-52. അപ്പോൾ ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച് ആണെങ്കിൽ ഒരു 50-52 ആ റേഞ്ച് വരുമ്പോൾ നമുക്കൊരു, ഇപ്പോൾ കയ്യിലുള്ളവരാണെങ്കിൽ അവിടെ നമുക്ക് SL ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് മേടിക്കാത്തവരാണെങ്കിൽ ഏകദേശം 50-52 മേടിച്ചിട്ട് ഏകദേശം ഒരു 45
SL ക്രിയേറ്റ് ചെയ്യാം. അത് ഇൻട്രാഡേ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വീക്കിലി ക്യാൻഡിലേക്ക് പോയാലും നമ്മൾ ആ റേഞ്ച് തന്നെയാണ് നമ്മളിവിടെ കണ്ട. വീക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റേഞ്ചാണ് നമ്മൾ SL ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ റേഞ്ച്. പക്ഷേ ഒരു വൈഡ് റേഞ്ച് ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഏകദേശം ഒരു 45 അല്ലെങ്കിൽ 44 റേഞ്ചിൽ നമുക്ക് SL ക്രിയേറ്റ് ചെയ്യാനാണ് വീക്കിലി ഉള്ളപ്പോൾ. 45-ലാണ് നല്ലൊരു സപ്പോർട്ട് ഉള്ളത്. അപ്പോൾ ആ റേഞ്ചിൽ നമുക്ക് വീക്കിലി അവിടെ ഒരു SL നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഈ റേഞ്ചിൽ ഈ ബ്രേക്ക് ഔട്ട് ചെയ്ത ഈ റേഞ്ചിൽ നമുക്കൊരു SL ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് ഏകദേശം ഒരു 50-51 റേഞ്ചും ആണത്. ഈ റേഞ്ച് എന്ന് പറയുന്നത് 50-50, അങ്ങനെ ഈ രണ്ട് രീതിയിൽ. അത് നമ്മളെ റിസ്ക് അനുസരിച്ച്, റിസ്ക് കൂടുതൽ എടുക്കുന്നവരും റിസ്ക് കുറച്ചെടുക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ രണ്ട് റേഞ്ചിലും നമുക്ക് ഒരു വീക്കിലി വെച്ചിട്ട് നമുക്ക് SL ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് ഹോൾഡിങ് വെക്കാവുന്നതാണ്. കാരണം വലിയ ക്യാൻഡിലും വിത്ത് വോളിയം ഉള്ളതുകൊണ്ട് ഭാവിയിലേക്കും ഇത് നല്ല രീതിയിൽ കയറി പോകാനായിട്ട് സാധ്യത. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 3 കണ്ടീഷനാണ് ഉള്ളത്. ചിലപ്പോൾ ഒരു പുൾ ബാക്ക് വരും, അതൊരു ക്ഷമിക്കുക, അല്ലെങ്കിൽ കൺസോളിഡേഷൻ വരും. നമ്മുടെ അടുത്ത ഷെയർ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് PSB. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നാണ് ഏകദേശം 68 രൂപയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം, വലിയ ഒരു ക്യാൻഡിൽ വന്നു, അതിനുശേഷം ഒരു കൺസോളിഡേഷൻ രൂപപ്പെട്ടു, ഒരു റൗണ്ട് ബോട്ടം പോലെ വന്നിട്ട് ആ റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നു. ലാസ്റ്റ് 2 ക്യാൻഡിൽ അത്യാവശ്യം നല്ല വോളിയം ഉണ്ട്, സമീപകാലങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ നല്ല വോളിയം ഉണ്ട്. അപ്പോൾ മേ ബി നമുക്ക് ഇതിവിടെ നിന്ന് ഒരു നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റവും ഇതിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. നമ്മൾ വീക്കിലി ക്യാൻഡിൽ നോക്കിയപ്പോഴാണ് ഇത്രയും കണ്ടീഷൻ നമ്മൾ കണ്ടത്. നമുക്ക് ഒരു SL ഏകദേശം ഒരു 55 അല്ലെങ്കിൽ 58 ആ റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇതൊരു 58 നമുക്കൊരു അവിടെയും നമുക്കൊരു SL ക്രിയേറ്റ്. അതുകൂടാതെ നല്ല ഒരു ക്ലിയർ കട്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് 55 നമുക്ക് വയ്ക്കാവുന്നതാണ്. അങ്ങനെ ആ 2 റേഞ്ചാണ് നമുക്ക് സപ്പോർട്ടായിട്ട് ഇവിടെ പരിഗണിക്കാൻ സാധ്യതയുള്ള ഏരിയകൾ. ഇവിടെ ഒരു 55 ഇവിടുത്തെ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നത്. അപ്പോൾ നമ്മൾ റിസ്ക് അനുസരിച്ച് നമുക്ക് ഈ 2 ലെവൽസും ഒരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് കാണുന്നു. അത് വീക്കിലിയാണ് പറയുന്നത്. ഇത് വീക്കിലിയാണ് പറയുന്നത്, ഈ 2 റേഞ്ചുകളും. നമ്മൾ ഇൻട്രാഡേയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൃത്യമായ ഒരു കൺസോളിഡേഷൻ ഏരിയയിൽ മാസങ്ങളായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് ഈ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഏകദേശം ഒരു 85-90 വരെയെങ്കിലും ഇത് ഇങ്ങനത്തെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ, ഇവിടുത്തെ റെസിസ്റ്റൻസ് കൂടി കിട്ടുകയാണെങ്കിൽ അത്ര വരെയെങ്കിലും നമുക്കൊരു ടാർഗറ്റ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാം. പ്ലസ് നമ്മൾ നേരത്തെ വീക്കിലി വരച്ച ആ പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ പോയിന്റിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കിയാൽ അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. എത്രയോ തവണയിട്ട് നമ്മളെ വീക്കിലി നമ്മൾ വരച്ച ആ റേഞ്ചാണ് 55 എന്ന് പറഞ്ഞ ആ റേഞ്ചാണ് ഇവിടെ. എത്രയോ തവണ ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ വീണ്ടും ടച്ച് ചെയ്തു, താഴ്ന്നില്ല, ഇവിടെ 2 ക്യാൻഡിൽ ടച്ച് ചെയ്ത് താഴ്ന്നില്ല. അപ്പോൾ ഇത് ഒരു മേജർ ഒരു സപ്പോർട്ട് പോയിന്റ് ആണിത്, ഈ 55 എന്ന് പറയുന്ന ആ റേഞ്ച്. അപ്പോൾ അവിടെ ഒരു SL ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു ഹോൾഡിങ്ങിൽ വെച്ചാലും നമുക്ക് ഭാവിയിലേക്ക് ഒരു ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു 4 ഷെയർസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും പറയുന്ന ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഈ ചാർട്ടിൽ ഇങ്ങനെ വന്നതുകൊണ്ട് ഈ കണ്ടീഷൻ എല്ലാം സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. നിങ്ങൾക്ക് ബൈ സെൽ റെക്കമെൻഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രോക്കറുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ ചിന്തിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾ സ്വയം നല്ല രീതിയിൽ ഓരോ ടെക്നിക്കൽ അനലൈസ് ചെയ്തിട്ട് ബൈ സെൽ റെക്കമെൻഡേഷൻ എടുക്കാനായിട്ട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലൊരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ഇത് ഫോർവേഡ് ചെയ്താൽ അവർക്കും ഉപകാരപ്രദമായിരിക്കും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വേറെ നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രപഞ്ചകർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.